കോഴിക്കല്ല് മൂടുന്നത് പണ്ട് കാലത്ത് കോഴിക്കല്ലിൻ്റെ അടുത്ത് കോഴിയെ വെട്ടിയിരുന്ന ചടങ്ങുണ്ടായിരുന്നു. അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ആ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോഴിക്കല്ല് മൂടുന്നത് ആ 2 കല്ല് എടുത്ത് മൂടാനുള്ള കുഴി തുറന്ന് മൂടാനുള്ള അവകാശം ഭഗവതി വീട്ടുകാർ എന്ന് പറഞ്ഞ ഒരു സമുദായക്കാരുണ്ട്. അവർ വന്ന് ഉച്ചയ്ക്ക് ശിവൻ്റെ ഉച്ചപൂജയുടെ നേദ്യമാകുമ്പോൾ വന്ന് ആ 2 കോഴി അപ്പുറത്തെടുത്ത് ഉണ്ടാക്കി അവർ റെഡിയാക്കി വെക്കും. അത് കഴിഞ്ഞ് ഉച്ചപൂജ നട തുറന്നതിന് ശേഷം ഈ കല്ല് എടുത്ത് ആ കുഴിയിലേക്ക് ഇട്ട് മൂടും. എന്നിട്ട് അവിടെ ഒരു ആളുടെ പോലെ തിണ്ടുണ്ടാക്കും. ആ തിണ്ടിൽ ആദ്യം പട്ട് വിരിക്കുന്നത് അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തച്ചോളി വീട്ടുകാരാണ് ആദ്യം കോഴി വെക്കാനുള്ള അവകാശം. അവർ ഇവിടെ ഉണ്ടാവും. 2 കോഴി 3 ആൾ 3 കോഴിയായിട്ട് അവരുണ്ടാവും. അപ്പോൾ അത് കൂടി ഇങ്ങനെ തിണ്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആദ്യമായിട്ട് ദേവമ്പോളിന് തമ്പുരാൻ്റെ അനുവാദത്തോടെ എല്ലാവരും ഉണ്ടാവും. ഈ 3 നല്ല വലിയ പട്ടങ്ങൾ വിരിക്കും. എന്നിട്ട് അവർ തച്ചോളി വീട്ടുകാർ ഹാജരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും. അപ്പോൾ അവർ ഹാജരുണ്ടെന്നും പറഞ്ഞ് വടക്കേ നടയിൽ തൊഴുത് അവർ ഭഗവതിയെ വിചാരിച്ച് നേരെ കോഴിക്കല്ലിൻ്റെ അവിടെ വന്ന് ഈ പട്ട് വിരിച്ചതിന് 3 പ്രദക്ഷിണം വെച്ചിട്ട് കോഴിയെ സമർപ്പിക്കും. അപ്പോൾ വടക്കേ നട ഒന്ന് ചാരും ശ്രീകോവിൽ. അതാണ് ഈ കോഴിക്കല്ല്. അത് തിരുവോണം നാളിലാണ് ആ ചടങ്ങ് നടക്കുന്നത്. തിരുവോണം നാളിൽ. അത് കഴിഞ്ഞ് തിരുവോണം കഴിഞ്ഞ് പിന്നത്തെ അശ്വതിയാണ് ഇവിടുത്തെ അശ്വതി കാവ് തീണ്ടലും ചടങ്ങും കാര്യങ്ങളും. പോലീസ് ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ എല്ലാ ഭക്തജനങ്ങളും കർശനമായി പാലിക്കേണ്ടതാണ്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കളക്ടർ ആദ്യപാദ നിർദ്ദേശങ്ങൾ എല്ലാ ഭക്തജനങ്ങളും പാലിക്കേണ്ടതാണ്. കോവിഡ്-19 രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കളക്ടർ ആദ്യപാദ നിർദ്ദേശങ്ങൾ എല്ലാ ഭക്തജനങ്ങളും പാലിക്കേണ്ടതാണ്. ക്ഷേത്രദർശനം നടത്തിയയുടൻ തന്നെ ക്ഷേത്ര പരിസരങ്ങൾക്ക് പോകേണ്ടതാണ്. ക്ഷേത്രദർശനം നടത്തിയയുടൻ തന്നെ ക്ഷേത്ര പരിസരങ്ങൾക്ക് പോകേണ്ടതാണ്. ക്ഷേത്രദർശനം നടത്തിയ ഭക്തജനങ്ങൾ യാതൊരു കാരണവശാലും നടപ്പന്തലോ യാത്രകളോ കൂട്ടുകൂടുതൽ പാടുന്നില്ല. ക്ഷേത്രദർശനം നടത്തിയയുടൻ തന്നെ എല്ലാ ഭക്തശാലകളും കൂട്ടുകൂടുതൽ പാടുന്നില്ല. കളക്ടർ ആദ്യമാണ്